ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരാഗ്രഹം വന്നു, ഒരു അരിയുണ്ട കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കിച്ചണിലേക്ക് വിട്ടു അരിയുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴുകി അത് വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണം അങ്ങനെയൊക്കെ തോന്നുമല്ലോ. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണെങ്കിൽ ഞാൻ ആ വഴിക്ക് നോക്കാറില്ല, കാരണം എനിക്ക് മടിയാണ്. പക്ഷെ ഇതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടും എളുപ്പമായതുകൊണ്ടും ഒന്നും നോക്കിയില്ല, ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചു. അപ്പം നമ്മളെല്ലാ അരിയും നല്ലോണം പൊട്ടി അതിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതേ നല്ല ക്ഷമയോട് കൂടി കരിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്ന് എല്ലാ അരിയും പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നല്ലൊരു ബ്രൗൺ കളറാവണം. അപ്പോൾ ഇത് നമ്മളൊരു ഏകദേശം ഒരു ബ്രൗൺ കളറായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാമും, ഒരു 2-3 ബദാമും കുറച്ച് കപ്പലണ്ടിയൊക്കെ ആഡ് ചെയ്തു. ഇതൊന്നും വേണമെന്ന് നിർബന്ധമേ ഇല്ല, പക്ഷേ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു തറവാടിയാവാൻ വേണ്ടി അവരെയും കൂടെ അതിലേക്കിട്ട് അതൊന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോസസ്സ് സ്റ്റവ് ഓഫ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമ്മളിത് പൊടിച്ചെടുക്കണം. ഇതും എന്താ പറയുക, കപ്പലണ്ടിയും ഒന്നും ഇല്ലാതെ നമ്മൾ ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് പൊടിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് അതിനേക്കാളും ഇരട്ടി ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റായിട്ടുണ്ട്. ചൂടൊക്കെ ഏകദേശം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യുക, നല്ലോണം ചൂട് മാറി നമ്മൾ മിക്സിയിലേക്കിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല ഫൈനായിട്ടത് പൊടിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് ശർക്കര. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയും തേങ്ങ ആഡ് ചെയ്യണം. ഇവിടെ ശർക്കര അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഹെവി ആയിട്ട് ഇടുന്നില്ല, നമ്മൾ കുറച്ച് ശർക്കര ഇട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും ഒക്കെ ഓരോരുത്തരുടെ ഒരു യുക്തിക്കനുസരിച്ച് തേങ്ങയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ നമ്മളിതിലൊരു തരി വെള്ളം പോലും ചേർക്കുന്നില്ല. നമുക്ക് നല്ലോണം ഇത് ഉരുട്ടാനായിട്ട് പറ്റും, കാരണം അതൊന്ന് ശർക്കരയിലും തേങ്ങയിലൊക്കെയുള്ള വെള്ളം തന്നെ ഓൾറെഡി നമ്മൾ നന്നായിട്ട് പൊടിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ക്ഷമയുള്ളവരിങ്ങനെ പൊടിക്കുക, ക്ഷമയുള്ളവരിങ്ങനെ ഉരുട്ടുക, ക്ഷമയില്ലാത്തവർ ഉരുട്ടാണ്ട് ഓരോന്നായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഫുൾ ഉരുട്ടി വെച്ച് നല്ലൊരു മധുരമില്ലാത്ത കട്ടനും ഓരോരോ ഉണ്ടയും ഒന്നും പറയണ്ട, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈവനിങ്ങിലേക്ക് കഴിഞ്ഞു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.